ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികനെയാണ് കേട്ടോ. അനാമികയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും ഒന്നും പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി വിചാരിച്ച കാര്യം നടന്നു. ആ ഒരു വീഡിയോ നന്ദുവും അനിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഉമ്മ വെക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു കച്ചിത്തുരുമ്പ് തന്നെയാണ്. ഇനിയിപ്പം ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടിയൊക്കെ എടുക്കാനായിട്ട് പറ്റൂല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു കച്ചിത്തുരുമ്പ് തന്നെയാണ്. അപ്പോൾ അത് കിട്ടിയതിലേറെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ജാനകി റൂമിലേക്ക് കടന്നു വരുന്നത്. അപ്പം ജാനകി കടന്നു വരുമ്പോൾ സന്തോഷിച്ച് നിൽക്കുന്നത് അത്രയ്ക്ക് ശരിയല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ജാനകിനെ കണ്ടതും നമ്മുടെ അനാമികയുടെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ അങ്ങ് മാറുകയാണ്. അയ്യോ അമ്മയെന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. എന്നാലും എൻ്റെ ഭർത്താവ് ഇപ്പം ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ നന്ദുവിന് മാത്രമല്ലേ സ്ഥാനമുള്ളൂ. എനിക്കൊരു സ്ഥാനവും ഇല്ലല്ലോ. എനിക്കറിയാം എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന്. ഞാനിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലമ്മേ, ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും ജാനകിയാണെങ്കിൽ അയ്യോ മോളെ നീ പോകരുത്, ഒരിക്കലും നിന്റെ സ്ഥാനം ഇവിടെ നന്ദുവിനുണ്ടാവില്ല. അവക്കൊരിക്കലും ഞാൻ ഇവിടെ സ്ഥാനം കൊടുക്കില്ല. എന്നും എൻ്റെ മരുമകൾ നീ തന്നെ ആയിരിക്കും മോളെ, നീ ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നതിൽ എന്ത് വിലയാ ഉള്ളത്? ഒന്നെങ്കിൽ ഒരു ഭാര്യയുടെ സ്ഥാനം എനിക്ക് കിട്ടണം. ആ ഒരു സ്ഥാനം കിട്ടാത്തിടത്ത് അത്രയും കാലം ഞാനിവിടെ നിന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇവിടെ നിന്ന് ഇനി എല്ലാവർക്കും ഒരു ശല്യമായി മാറുന്നത്? ഞാൻ പോവുക, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുക. അയ്യോ മോളെ, നീ അങ്ങനെ പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോകേണ്ടവളല്ല നീ. അങ്ങനെ പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. മോളെന്നും ഈ അനന്തപുരി തറവാട്ടിൽ ഉണ്ടായിരിക്കണം. എനിക്ക് പെൺമക്കളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏടത്തിയോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് ഞാൻ മോളെ കാണുന്നത്. എൻ്റെ മകനേക്കാൾ കൂടുതലേറെ ഞാൻ മോളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞു ജാനകി ഭയങ്കര കരച്ചിൽ. അപ്പം എൻ്റെ അമ്മയുടെ സ്നേഹം കാണാതെ ഇരുന്നാൽ ദൈവം എൻ്റെ കണ്ണിക്കുത്തില്ലേ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ലമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കും. ഈ അമ്മയുടെയൊക്കെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റുമോ? എങ്കിലും ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കാമേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോളിവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും അനാമിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ. ആഹാ, അപ്പം എന്തെങ്കിലും സ്വർണം വല്ലതും സമ്മാനം തരാനായിട്ട് പോയതായിരിക്കും. ഇനിയിപ്പോൾ സ്വർണങ്ങളായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ ഇതൊക്കെ അറിഞ്ഞിട്ട് നേരെ നയനയുടെ അടുത്ത് ചെന്നല്ലോ. നയനയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത് എന്തൊക്കെ പറഞ്ഞാലും ശരിയായ കാര്യമല്ല, അനി ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നയനെ? ഒരിക്കലും നമ്മുടെ അനിയോ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവനിങ്ങനെ ചെയ്തില്ലെങ്കിലും ഉള്ള അതിശയം. ആദർശേട്ടൻ്റെ കൂട്ടുപിടിച്ചല്ലേ അവൻ നടക്കുന്നതെന്ന്. ഇത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വന്നിട്ടോ. നയന പറഞ്ഞു, എന്താ ഈ പറയുന്നതിനൊരു പരിധിയില്ലേ? നവ്യേച്ചി കാര്യങ്ങളൊന്നും അറിയാതെ സംസാരിക്കുന്നത്. ഇനി എന്തറിയാനാ? ആ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം പുളിച്ച് കയറുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ എങ്ങനെ നമ്മൾ ഇനി തലയുയർത്തി പിടിച്ച് നടക്കും? നന്ദു എന്നെ ഇങ്ങനെയായി പോയത്. അവൾ എന്തിനാ ആ സമയത്ത് അവൻ്റെ കൂടെ പോയത്? ആകെപ്പാടെ മൊത്തം ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ തന്നെയാണ്. അവളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഉണ്ടായി പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഉണ്ടായിപ്പോയി, എങ്ങനെ ഉണ്ടാകാതിരിക്കും? ആദർശ് തന്നെ അതിൻ്റെ തെറ്റുകാരൻ. നിങ്ങളാണ് അനിയെ കൂടെ കൊണ്ട് നടന്ന് വഷളാക്കിയത്. ഒരു പെണ്ണിനെ അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇപ്പം അനിയുടെ ജീവിതവും കൂടെ നിങ്ങളാ തൊലച്ച് കളയുന്നത്. ഇത് കേട്ടതും നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യേച്ചിയുടെ കാര്യം നോക്കി റൂമിലേക്ക് പോകാൻ നോക്ക്. നവ്യേച്ചിയുടെ കുഞ്ഞിൻ്റെയും അഭിയുടെയും കാര്യം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാനായിട്ട് വരണ്ട. നീയും ആദർശേട്ടനും ആണല്ലോ ഈ കുടുംബം നോക്കുന്ന ഗ്രഹനാഥയും ഗ്രഹനാഥനും. അപ്പൊ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്ത് സ്ഥാനം? അപ്പൊ നിങ്ങൾക്ക് എന്തുവാകാം, എങ്ങനെയും നടക്കാം. തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇനിയിപ്പം തെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഇത്. ഞങ്ങൾക്ക് മാത്രമാണല്ലോ ഇവിടെ വ്യത്യാസം. ഞങ്ങൾ മാത്രമാണല്ലോ പുറമ്പോക്ക്. എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും എൻ്റെ അമ്മായിയമ്മയും ഞാനും ഒക്കെ പുറമ്പോക്കാണല്ലോ. അറിയാം നയനെ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. എടി, നീ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഈ മനസ്സിലിരിപ്പ് നന്നാകണം. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആരാ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പൊ നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അഭി ഉണ്ടായിരുന്നു. അങ്ങനെ അഭിയോട് പറയാ, ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ അനിയത്തി നിന്ന് സംസാരിച്ചത്. അവൾക്ക് എങ്ങനെ ഉളുപ്പുണ്ടാകാനാ? അവളൊക്കെ അറിഞ്ഞുകൊണ്ടാന്നേ ഇതൊക്കെ ചെയ്യുന്നത്. നിന്നെ അറിയിക്കാത്തതല്ലേ നവ്യ എന്ന് പറഞ്ഞപ്പം,
അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും നന്ദൂട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ബി. കാരണം നന്ദൂട്ടന് ഇപ്പോൾ ഒരു SI ആണ്. അവൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. പിന്നെ എന്താ ആ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ നീ പറയുന്നത്? ആ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോഴും നിനക്ക് നിന്റെ വീട്ടുകാരെ വിശ്വാസമാണ്. നീ നിന്റെ വീട്ടുകാരെ വിശ്വസിച്ചോ, നിന്റെ അനിയത്തിനെ വിശ്വസിച്ചോ, അനിയത്തിമാരെ വിശ്വസിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ അവിശ്വസിക്കാൻ എന്താ നമ്മൾ മണ്ടന്മാരും പൊട്ടന്മാരും ആണോ? അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പൊ ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അനന്തപുരി തറവാട്ടിൽ നടന്നത്? എടി, നീ ഒരിക്കലും അനാമിക ഇവിടുന്ന് പറഞ്ഞു വിടാൻ കൂട്ടു നിൽക്കരുത്. അനാമിക ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ നമ്മുടെയും കൂടെ വിലയാ പോകുന്നത്. അതുകൊണ്ട് നീ അനാമികയുടെ സൈഡ് തന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ ഞാൻ അനാമികയുടെ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ സഹിക്കോ? എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് വീഡിയോയിൽ കണ്ടാൽ ഞാൻ സഹിക്കില്ല. ഞാൻ അപ്പം തന്നെ വെട്ടി കൊല്ലുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനാമികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അവളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിപ്പിക്കണം. അല്ല, നീ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ കാര്യങ്ങൾ? ഓ, വീട്ടിൽ എങ്ങനെ വിളിച്ച് പറയാനാ? അച്ഛൻ്റെ അവസ്ഥ അറിയാലോ. അച്ഛനാണെങ്കിൽ 1-2 അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ബ്ലോക്കൊക്കെ ഉണ്ട്. അതിനിടയിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ ഗുരുതരമാകും. അതുകൊണ്ട് ഞാൻ അച്ഛനെ പ്രത്യേകം അറിയിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, ചൂട് കത്തിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അനന്തപുരി തറവാട്. ഈ വിഷയം ഇങ്ങനെ ഊതി പെരുപ്പിച്ച് 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 വലുതാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അവളുണ്ടല്ലോ, അവള് എൻ്റെ കള്ളക്കാമുകി, അവളെ കൊല്ലണം. തളർന്നു കിടക്കുന്ന അവളെ കൊന്നിട്ട് എനിക്കിനി സമാധാനം ഉണ്ടാവത്തുള്ളൂ. അവളിനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തന്നെയായിരിക്കും പണി. അതുകൊണ്ട് തളർന്നു കിടക്കുന്ന അവളെ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അനഘേനെ കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കള്ളക്കാമുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തുമോളുടെ അമ്മേനെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പം അഭി തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പം അനി റൂം മാറിയാണ് കിടക്കുന്നത്. അപ്പം റൂം മാറി കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, നീ എന്താണ് ഇങ്ങോട്ടേക്ക് മാറി വന്ന് കിടക്കുന്നത്? നീയെ അനാമികയുടെ അടുത്തൊക്കെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഒരുമിച്ച് കിടന്നാൽ മതി. ഓ, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവളുടെ കൂടെ എനിക്ക് കിടക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ പലതവണ. അയ്യോ മോനെ, അങ്ങനെ നീ പറയരുത്. നിങ്ങളുടെ ബന്ധം ഓരോ ദിവസം ചെല്ലും തോറും അകന്നകന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ദേ, ഇനി 2 റൂമും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അനാമിക മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവള് പോട്ടെ, അവള് പോകാൻ വേണ്ടി തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. ദേ എടാ, നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ മനസ്സിലുള്ള ഒരു കാര്യവും ഞാൻ നടത്തി തരില്ല, കേട്ടല്ലോ? അവളുണ്ടല്ലോ, ആ മൊട്ടച്ചി, അവളെ ഇങ്ങോട്ടൊക്കെ എങ്ങാനും വിളിച്ചോണ്ട് വരാൻ നിനക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇവിടം വെച്ച് നിർത്തിക്കോ. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വാടാ, അനാമികയുടെ മുറി പോയി കിടക്കാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അലീനെ വലിച്ചോണ്ട് അനാമികയുടെ റൂമിൽ കൊണ്ടാക്കിയിട്ട്, മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഈ വീട്ടിലും എല്ലാവരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു റൂമിലാണ്. മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഈ പ്രായത്തിലും ഒരു റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടും ഈ റൂമിൽ തന്നെ കിടന്നോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങ് പോവുകയാണ്. അനിയെ കണ്ടതും അനാമികയ്ക്ക് ദേഷ്യം വന്നു. അനി ചോദിച്ചു, എന്തിനാടി നീ ഇങ്ങനെ ദേഷ്യം അഭിനയിക്കുന്നത്? ഞാൻ ഈ കാണിച്ചതൊക്കെ നിനക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയാടി. കാരണം നിനക്ക് ഓരോ കച്ചിത്തുരുമ്പ് കിട്ടുവാണല്ലോ എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താനായിട്ട്. ഓ, നിന്നെ നാണം കെടുത്താൻ ഇനി പ്രത്യേകിച്ച് കച്ചിത്തുരുമ്പിന്റെ ആവശ്യമൊന്നുമില്ല. നീ തന്നെ നിന്നെ നാണം കെടുത്തുന്നുണ്ടല്ലോടാ. എടാ വൃത്തികെട്ടവനെ, നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ആറ്റിച്ചാടി ചാകുന്നതാണ് നല്ലത്, പട്ടി, നായെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീനെ അനാവശ്യമായ ചീത്തകളൊക്കെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിനക്കങ്ങ് പോയാൽ പോരെ. വെറുതെ എന്തിനാ പട്ടി കടിച്ചു തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നത്? ഞാനല്ലടാ പട്ടി, നീയും നിന്റെ മറ്റവളും ആടാ. തെരുവ് നായയെ പോലെ പരിസരം മറന്ന് ഓരോന്ന് ചെയ്ത് നടക്കുന്ന വൃത്തികെട്ട കാമക്കേളികൾ കാണിക്കുന്നവര്. ഇത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, മിണ്ടിപ്പോകരുത് നീ. എന്താടാ മിണ്ടിയ? നീ എന്ത് ചെയ്യൂടാ? നീ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റുമോ? എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോടാ. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ. എൻ്റെ റൂമിൽ നീ വേണ്ട, നിന്നെ എനിക്ക് കാണണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നൊരു ബെൽറ്റ് എടുത്തിട്ട് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് അനാമിക അനിയെ അങ്ങോട്ട് തലങ്ങനും വേലങ്ങനും ഒക്കെ അടിക്കുകയാണ് കേട്ടോ. അനിയാണെങ്കിൽ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കൈവച്ച് ഇങ്ങനെ തടയുന്നുണ്ട്. ഏതായാലും അനിയുടെ ഭാഗത്തു നിന്ന് ഒരു അടിയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഈ അനാമികയുടെ സ്വഭാവത്തിൽ അനാമിക വല്ല കൊണ്ട് കേസ് കൊടുത്താൽ തീർന്നു പോകും. നമ്മുടെ അനിയനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഒന്നാമത് പെണ്ണുങ്ങൾ കേസ് കൊടുത്താൽ അറിയാലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് തന്നെ അനി വലിയ കാര്യത്തിൽ എന്താ പറയുക, തിരിച്ച് പ്രതികരിക്കാതെ ആ തല്ല് മേടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും
ആദർശും നയനയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ആദർശും നയനയും വന്നിട്ട് എന്താ അനാമിക ഈ കാണിക്കുന്നത്, മര്യാദയ്ക്ക് ഇരുന്നോന്നും പറഞ്ഞുകൊണ്ട് ആ ബെൽറ്റ് പിടിച്ചു മേടിക്കാം. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, അതെ ഇവനെ ചാട്ടവാറിനായിരുന്നു തല്ലേണ്ടത്. എൻ്റെ കയ്യിലൊരു ബെൽറ്റായി പോയി, ചാട്ടവാറിന് തല്ലി ഇവനെ ഉണ്ടല്ലോ, ഇവനെ കൊല്ലണം, ഒന്ന് കുഴിച്ചു മൂടണം, വൃത്തികെട്ടവൻ. അല്ലെങ്കിലും നിങ്ങൾ ഇവന് കൂട്ടു നിൽക്കൂലോ, എനിക്കറിയാം. ആദർശിനെ കണ്ടാണല്ലോ ഇവനെല്ലാം പഠിക്കുന്നത്. ആദർശ് വീരനായ ആദർശ്. അതെ നിങ്ങൾക്കൊന്നും നാണമില്ലേ നിങ്ങളുടെ സ്വഭാവം ഇവനെ പഠിപ്പിച്ചു വെക്കാനായിട്ട്? നിങ്ങളൊക്കെ അങ്ങേയറ്റത്ത് വെറും ബോറ് കെട്ടവനാ, പെണ്ണുപിടിയൻ, ആവാസ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് ദേഷ്യം വന്നിട്ട്, ദേ മിണ്ടിപ്പോകരുത് ഇനി എൻ്റെ ഭർത്താവിനെ കുറിച്ച്. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യിലിരിക്കുന്ന ബെൽറ്റൂരി ഞാൻ നിന്റെ പുറത്തായിരിക്കും അടിക്കാൻ പോകുന്നത്. അടിക്കടി, എന്നെ അടിക്കടി. നീ എന്നെ അടിച്ചു കഴിഞ്ഞോട്ടല്ലോ, എനിക്കറിയാം നിന്നെ അടിക്കാനായിട്ട്. ഇവനെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെയും അടിക്കാൻ പറ്റൂടി. നീ ഒന്ന് അടിച്ചു നോക്കടി. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വന്നിട്ട്, എന്താ അനാമിക ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ എന്താടി കാണിക്കുന്നത്? നിനക്ക് എന്താ വട്ടോ ഭ്രാന്തോ? അതെ എനിക്ക് വട്ട്, മുഴു ഭ്രാന്ത്. ദേ നിങ്ങളുടെ ഈ കാമക്കേളി പിടിച്ച മകനില്ലേ, ഇവനെ നിങ്ങൾ നേരെയാക്കാൻ നോക്ക്. ദേ ഇയാളുണ്ടല്ലോ ആദർശ് എന്ന് പറയുന്ന ഇവനും കാമക്കേളി പിടിച്ചവനാ. ഇവന് അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇവനിപ്പം വേറെ അവിഹിതം പിടിക്കാൻ പോകുന്നു. എന്താ ഇത്, എന്തൊരു കുടുംബമായത്, നശൂർണം പിടിച്ച കുടുംബം എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അനാമികയോട് ദേവയാനി പറഞ്ഞു, ഇറങ്ങടി വെളിയിൽ, ഈ റൂമിൽ ഇനി നീ നിൽക്കണ്ട, ഇറങ്ങാനാ പറഞ്ഞത്. ഇത് അനിയുടെ റൂമാണെങ്കിലേ അനി ഇവിടെ കിടന്നോളും, ഇറങ്ങടി വെളിയിൽ എന്ന് പറഞ്ഞ് നമ്മുടെ അനാമികയെ പിടിച്ച് വെളിയിലാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അനാമിക അതും കൊണ്ടൊന്നും അടങ്ങുന്നില്ല. അനാമിക വട്ട് പിടിച്ച് ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ തൊട്ടു പോകരുത്, എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ അതും ഇതും ഒക്കെ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കുറിച്ചൊന്നും നീ മിണ്ടിപ്പോകരുത്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നീ കൂടുതൽ ഇവിടെ കിടന്ന് മെഴുകി വാരുമൊന്നും വേണ്ട. നീ ആരാണ്? നീ അത്രയ്ക്ക് നല്ലവളൊന്നും അല്ലല്ലോ. നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. നീ നന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനി ഇങ്ങനെയൊന്നും പോവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദർശ് നയനെ റൂമിനകത്തേക്ക് വന്നിട്ട് നയനയ്ക്കാണെങ്കിൽ തലവേദനയോട് തലവേദന. നയന പറയും, ഇനി എന്താ ആദർശേട്ടാ ചെയ്യേണ്ടത്? അവളുടെ സ്വഭാവം കണ്ടില്ലേ, അവൾ നിന്നത് കണ്ടില്ലേ, വെരുക് നിന്നത് പോലെ, ഒരു പെണ്ണ് കാണിക്കുന്നത് പോലെയാണോ അവൾ കാണിക്കുന്നത്? പാവാനി അവന് ഒരുപാട് തല്ലുകൊണ്ടു. അവനെ തല്ലി 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 ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഏതെങ്കിലും ഭാര്യമാർ ഇങ്ങനെ ചെയ്യുമോ? സ്നേഹമുള്ള ഒരു ഭാര്യമാരും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ നയന, വേറെ ഒന്നുമല്ല. അനാമിക എന്ന് പറയുന്ന ആ പിശാചിനെ ഇവിടെ നിന്ന് വെളിയിൽ തള്ളണം. ഇവിടെ നിന്ന് വെളിയിൽ അവളെ പിടിച്ച് തള്ളിയില്ലെങ്കിൽ ഈ കുടുംബം കൂട്ടിച്ചോറാക്കും അവള്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം പിരിക്കുക വേണ്ടത്. പിന്നെ നന്ദുവിന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. നന്ദുവിനെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിപ്പിച്ച് വെച്ചതല്ലേ, പിന്നെ എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും അനാമിക എന്ന പിശാചിനെ, ആ ശവത്തിനെ ഇനി നമുക്ക് വേണ്ട. ഇവിടെ നിന്ന് അവളെ വെളിയിലാക്കണം. അവൾ നിൽക്കുന്ന ഓരോ ദിവസവും ഈ വീടിനകം നശിച്ചു പോകും, ഓരോ നിമിഷവും ഈ വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ നയനോട് പറയുക. ഈ സമയത്ത് നമ്മുടെ നന്ദുവിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പൊ നന്ദു ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ കയറി വരികയാണ്. അങ്ങനെ നന്ദു നോക്കുകയാണ്. അപ്പൊ അനി ആട്ടോ വിളിക്കുന്നത്. അനി വിളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദു ഫോൺ എടുക്കുന്നില്ല. ആദ്യം ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നതില്ല. അപ്പൊ റിങ് ഫുൾ അടിച്ചു, ഫോൺ എടുത്തില്ല നമ്മുടെ അനി ആയതുകൊണ്ട് തന്നെ. നന്ദു ആണെങ്കിൽ ഇവൻ എന്തിനാ വിളിക്കുന്നത്, ഇനി ഈ വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ് കേട്ടോ. അനിയുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം എന്താ പറയുക, കറുത്ത് കരുവാളിച്ച് ഒരു കണക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാവമാണ് നമ്മുടെ അനിയുടെ കാണിക്കുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നയനെ ആദർശനെയാണ്. അങ്ങനെ നമ്മുടെ നയന പറയാ, നാളെ ഒന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് പോയാൽ മതിയായിരുന്നു. അവിടെ ചെന്നിട്ട് ശക്തമായിട്ട് നന്ദുവിനെ ഒന്ന് താക്കീത് ചെയ്യണം. എന്ന് നീ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി എന്ത് താക്കീത് ചെയ്യാനാ? എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്ത് പറഞ്ഞാലും ഇനി അനി അടങ്ങി നിൽക്കുമെന്ന്. എനിക്ക് അത്രമാത്രം വെറുപ്പുണ്ട് അനാമികയോട്. ആ വെറുപ്പ് കൂടുന്നതിനനുസരിച്ച് നന്ദുവിനോടുള്ള സ്നേഹം അനാമികയ്ക്ക് കൂടി. പിന്നെ നന്ദുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല നയന. അനി അവളെ ശല്യം ചെയ്യാണ്. അല്ല എങ്കിലും മൊബൈലിൽ കണ്ട രംഗങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അനിയെ കാണാതെ നമ്മൾ എന്തുമാത്രം വിഷമിച്ചു. ആ സമയം നമ്മൾ നന്ദുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലായിരുന്നോ? അവൾ നമ്മൾ ശല്യം ചെയ്യല്ലായിരുന്നോ? ആ ഒരു സമയത്ത് മിക്കവാറും നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്കല്ല, സോറി, അനിയുടെ അടുത്തേക്ക് നന്ദു ചെന്ന് കാണും. എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിച്ച് കാണും. ആ ഒരു സമയത്തായിരിക്കും മിക്കവാറും അനി ഓടി വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച്
കെട്ടിപ്പിടിച്ചതും ആശ്വസിപ്പിച്ചതും ഒക്കെ അതുകൊണ്ട് മാത്രമായിരിക്കും. അത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് അനാമികയുടെ കൈ കിട്ടി, അതായിരിക്കും നടന്നത്. അല്ലാതെ ഒരിക്കലും അവിടെ വേറൊരു തെറ്റും നടന്നിട്ടില്ല നയന. അങ്ങനെ എൻ്റെ വിശ്വാസം. ഏതായാലും ഇത് കേട്ടിട്ട് ഇങ്ങനെ നയന ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വൈകിട്ടത്തെ പ്രമോയിൽ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതിന് താഴ്ഭാഗത്തായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോയും ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ടാറ്റാ ബൈ ബൈ.